ചെറുപ്പം മുതലേ എൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ഗൾഫുകാരെന്ന് പറയുമ്പോൾ എൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ടല്ലോ. എല്ലാവർക്കും പൊതുവെ ചെറുപ്പത്തിൽ ഉണ്ടായിരിക്കുന്ന ആ ഒരു കോൺസെപ്റ്റ് ഉണ്ടല്ലോ. നമ്മളെ അമ്മമാർ, നമ്മളെ അച്ഛന്മാർ എല്ലാവരും ഗൾഫിൽ പോയി വരുന്ന സമയത്ത് കുറേ പെട്ടി നിറയെ സമ്മാനങ്ങളും കുറേ പെട്ടി നിറയെ ടോയ്സും ചോക്ലേറ്റ്സും പിസ്ത ബദാം ടാങ്കൊക്കെ ആയിട്ട് പെട്ടി നിറയെ വന്ന് നമ്മൾ ഇവിടെ വരുന്ന സമയത്ത് ആ പെട്ടി പൊളിച്ച് അതിലുള്ള സാധനങ്ങൾ ഓരോ ആൾക്കാർക്ക് വിതരണം ചെയ്ത് അങ്ങനെ കൊടുത്തിരുന്ന ആ ഒരു ഗൾഫുകാരൻ എന്ന് പറഞ്ഞ ആ ഒരു കോൺസെപ്റ്റ് കംപ്ലീറ്റ്ലി എൻ്റെ മൈൻഡിൽ നിന്ന് മാറ്റി റിയൽ ഗൾഫുകാരൻ എന്താണെന്നുള്ളത് കാണിച്ചു തന്നൊരു പുസ്തകം നിങ്ങളെ പരിചയപ്പെടുത്താനാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ വന്നിട്ടുള്ളത്. ബെന്യാമിൻ്റെ ആടുജീവിതം എന്ന് പറഞ്ഞൊരു പുസ്തകമാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒരുപക്ഷെ ഈ ഒരു പുസ്തകം വായിച്ച എല്ലാ ആളുകളുടെയും ആ ഒരു ഗൾഫുകാരൻ എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് കംപ്ലീറ്റ്ലി മാറ്റിയിട്ടുള്ളൊരു പുസ്തകം തന്നെയായിരിക്കും ഈ ഒരു ബെന്യാമിൻ്റെ ആടുജീവിതം എന്ന് പറയുന്നത്. ഈ ഒരു പുസ്തകത്തിൻ്റെ ചെറിയൊരു സ്റ്റോറി ലൈൻ പറയുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ പണ്ടത്തെ ടിപ്പിക്കൽ മലയാളീസിനെ പോലെ തന്നെ ഈ ഒരു പുസ്തകത്തിലെ മെയിൻ ക്യാരക്ടറായിട്ടുള്ള നജീബും എങ്ങനെയെങ്കിലും ഗൾഫിലേക്ക് എത്തുക, ഗൾഫിൽ നല്ലൊരു വരുമാനം ഉണ്ടാക്കി നാട്ടിലേക്ക് അയച്ച് നാട്ടിൽ നല്ലൊരു വീടൊക്കെ വെച്ച് നല്ലൊരു ലൈഫ് സ്റ്റൈൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള ആഗ്രഹത്തോട് കൂടിയിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് നാട്ടിൽ നിന്ന് ഗൾഫിലേക്ക് പോകുന്ന ഒരു മലയാളിയാണ് നജീബ് എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു കഥയാണ് ഈ ഒരു ആടുജീവിതം എന്ന് പറയുന്നത്. അപ്പോൾ ഇദ്ദേഹം ഇവിടുന്ന് എങ്ങനെയാണ് അവിടേക്ക് എത്തുന്നതൊക്കെ വളരെ മനോഹരമായിട്ട് ഈ ഒരു പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. അവിടെ എത്തിയതിന് ശേഷം അവിടെ എയർപോർട്ടിൽ ഇറങ്ങി അല്ലെങ്കിൽ അവിടെ എത്തിയതിന് ശേഷം അവിടെ ഒരു അർബാബ് വരികയാണ്. അർബാബ് എന്ന് പറയുന്നത് അവിടുത്തെ നമ്മൾ അറബി, ആ ഒരു പണിക്കാരൻ്റെ മുകളിൽ നിൽക്കുന്ന അറബി ആരാണ് അവർക്കാണ് അർബാബ് എന്ന് പറയാം, അവർ മുതലാളിക്കാണ് അർബാബ് എന്ന് പറയാം. അവർ വന്നിട്ട് പാസ്പോർട്ട് നോക്കിയിട്ട് എന്താക്കാണ് നജീബിനെ കൊണ്ട് ഒരു വണ്ടിയിലാക്കിയിട്ട് പോവുകയാണ്. അങ്ങനെ പോയിട്ട് കുറച്ച് ഉള്ളോട്ട് പോയാൽ മരുഭൂമിൻ്റെ ഉള്ളോട്ട് പോയ ശേഷം ചുറ്റും 360 നോക്കുമ്പോൾ മണൽ മാത്രമേ കാണുന്ന ഒരു പ്ലേസിലേക്ക് എത്തി. അവിടെ ആടിനെ മേയ്ക്കുന്ന ഒരു ജോലിയായിട്ടാണ് നജീബ് സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെ ആടിനെ മേയിച്ച് കുറച്ച് കാലം കഴിഞ്ഞപ്പോഴാണ് നജീബിന് മനസ്സിലായത് ഇവിടെ പെട്ടുപോയിട്ടുണ്ടെന്നുള്ളത്. കാരണം കഴിക്കാൻ നല്ലൊരു ഭക്ഷണമില്ല, പ്രോപ്പറായിട്ട് ബാക്കി ഒന്നും നടക്കുന്നില്ല, ഉറക്കില്ല. അതായത് അങ്ങനത്തെ അത്രയും ജോലിഭാരം കാര്യങ്ങളൊക്കെ ഉള്ള അത്രയും റിസ്ക്കി ആയിട്ടുള്ള ഒരു ജോബാണെന്നുള്ളത് മനസ്സിലായി. അവിടെ പെട്ടുപോയിട്ടുള്ള മനസ്സിലാവാണ്. അതിനുശേഷം അവിടുന്ന് നജീബ് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ആ മരുഭൂമിയിലൂടെ സഞ്ചരിച്ച് എങ്ങനെയൊക്കെ രക്ഷപ്പെടാൻ വേണ്ടി ചെയ്യുന്ന ഒരു യാത്രയാണ് ആക്ച്വലി ഈ ഒരു പുസ്തകത്തിൽ പറയുന്നത്. നജീബ് അവിടുന്ന് കഴിച്ചിലായില്ല എന്നൊക്കെയുള്ളത് നിങ്ങൾ ഈ ഒരു പുസ്തകം വായിച്ചിട്ട് എന്താക്കാൻ മനസ്സിലാക്കുക. ആ യാത്രയിൽ അല്ലെങ്കിൽ അതിന് മുമ്പ് അവിടെ നജീബ് ജോലി ചെയ്യുന്ന സമയങ്ങളിൽ അദ്ദേഹം അവിടെ അനുഭവിച്ചിട്ടുള്ള കഷ്ടപ്പാട്, അവിടുന്ന് അർബാബിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ, അവിടെ ആടുകൾ മേയിച്ച് സ്വയം ഒരു ആടായി മാറുന്ന പോലെയൊക്കെ നമുക്ക് ഈ ഒരു പുസ്തകം വായിക്കുമ്പോൾ തോന്നും. അതായത് നജീബ് സ്വയം ഒരു ആടായി മാറുന്ന പോലെയൊക്കെ നമുക്ക് തോന്നും. അത്രയും വേഴ്സ്റ്റ് ആയിട്ടുള്ള സിറ്റുവേഷൻസിലൂടെ അവിടുന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ആ മരുഭൂമിയിലൂടെയുള്ള ഒരു യാത്രയാണ് ഈ ഒരു പുസ്തകം പറയുന്നത്. ഈ ഒരു പുസ്തകത്തിൽ ഒരുപാട് മറ്റു പല ക്യാരക്ടേഴ്സ്, ഒരുപാടില്ല കുറച്ച് ക്യാരക്ടേഴ്സ് വേറെയും വരുന്നുണ്ട്. അവരൊക്കെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് നജീബും അവരൊക്കെ ആയിട്ട് കണക്ട് ചെയ്തുകൊണ്ടുള്ള സ്റ്റോറി ഇതിൽ പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഒരുപാട് ആൾക്കാർ ഗൾഫുകാരെന്നുള്ളൊരു മൈൻഡ് സെറ്റ് മാറ്റി മറിച്ചിട്ടുള്ള വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പുസ്തകമാണ് ഈ ഒരു ബെന്യാമിൻ്റെ ആടുജീവിതം എന്ന് പറയുന്നത്. എല്ലാവരും നിർബന്ധമായിട്ടും, ഞാൻ എപ്പോഴും പറയുന്നത്, നമ്മൾ പുസ്തകം വായിക്കാൻ തുടങ്ങുന്ന ഒരാൾക്ക് ഏറ്റവും ബെസ്റ്റ് ബുക്ക് എന്ന് പറയുന്നത് ഈ ഒരു ബെന്യാമിൻ്റെ ആടുജീവിതം. കാരണം ഒന്നുമല്ല, ഈ ഒരു പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത് പുസ്തകത്തിനോട് അല്ലെങ്കിൽ വായനയോടൊരു ഇഷ്ടം വരും. കാരണം അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഈ ഒരു പുസ്തകം അദ്ദേഹം എഴുതിയിട്ടുള്ളത്. ഈ ഒരു പുസ്തകത്തിലൂടെ നജീബിൻ്റെ മാത്രം കഥയല്ല, ഇതുപോലെ നമ്മളെ നാട്ടിൽ നിന്ന് ഗൾഫിലേക്ക് പോയിട്ടുള്ള ഒരുപാട് വ്യക്തികൾ അനുഭവിച്ചിട്ടുള്ള ഒരു ലൈഫാണ് അദ്ദേഹം ഈ ഒരു പുസ്തകത്തിലൂടെ നമ്മളെ സാധാരണ വായനക്കാരിലേക്ക് എത്തിച്ചിട്ടുള്ളത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ ഒരു പുസ്തകം നിങ്ങളെല്ലാവരും എന്തായാലും ഒരു തവണയെങ്കിലും വായിച്ചിരിക്കണം. കാരണം നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കഥയാണ്. കാരണം നമ്മൾ ഈ ഒരു കേരളം അല്ലെങ്കിൽ ഇങ്ങനെ ആയി മാറിയിട്ടുള്ളത് ഒരുപാട് ആൾക്കാർ ഇവിടുന്ന് ഗൾഫിൽ പോയി കഷ്ടപ്പെട്ട് അവിടുന്ന് അധ്വാനിച്ചുണ്ടാക്കിയ പൈസനെ കൊണ്ടൊക്കെ ഉണ്ടാക്കി വന്നിട്ടുള്ളതാണ് ഈ ഒരു നാടെന്ന് പറയുന്നത്. അപ്പോൾ അവരനുഭവിച്ചിട്ടുള്ള കഷ്ടപ്പാടുകളും അവരനുഭവിച്ചിട്ടുള്ള വേദനകളും ഇതൊക്കെ നമ്മൾ അറിയണമെന്നുണ്ട്. എല്ലാവരും ഇങ്ങനെ അനുഭവിച്ചിട്ടുണ്ടെന്നല്ല, പക്ഷേ ആ ഒരു കാലഘട്ടങ്ങളിൽ ഒരുപാട് വ്യക്തികൾ, ഒരുപാട് ആൾക്കാർ ഈ ഒരു സിറ്റുവേഷനിലൂടെയാണ് കടന്നു പോയിട്ടുള്ളത്. അതിലിപ്പോൾ ഒരുപാട് ആൾക്കാർ രക്ഷപ്പെട്ടിട്ടുണ്ട്, ഒരുപാട് ആൾക്കാർ ഇന്നും എന്താണെന്ന് പോലും അറിയാണ്ട്. ഈ ഒരു പുസ്തകത്തിൽ പറയുന്നുണ്ട്, ഈ ഒരു ഡെസേർട്ടിലൂടെ അല്ലെങ്കിൽ മരുഭൂമിയിലൂടെ സഞ്ചരിക്കുന്ന സമയത്ത് നജീബ് ഒരുപാട് അസ്ഥികൂടങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇതുപോലെ രക്ഷപ്പെടാൻ വേണ്ടി നോക്കുന്ന ആൾക്കാർ ഭക്ഷണവും വെള്ളവും കിട്ടാണ്ട് അവിടെ കിടന്ന് മരിച്ചു പോയിട്ട് അവിടെ ദ്രവിച്ച് അസ്ഥികൂടായി മാറിപ്പോവാണ്. സോ അങ്ങനത്തെ വേഴ്സ്റ്റ് സിറ്റുവേഷൻസിലൂടെ പോയിട്ടുള്ള ആൾക്കാരുടെയൊക്കെ ഒരു മെറ്റഫറായിട്ടാണ് നജീബിന് എന്തായിട്ടുള്ളത് ഇതിൽ കാണിച്ചിട്ടുള്ളത്. ഈ ഒരു പുസ്തകം പറ്റുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് വായിക്കുക. ഒരു പുസ്തകം വാങ്ങാനുള്ള ലിങ്ക് ഞാനതിൽ താഴത്ത് കൊടുക്കുക. എല്ലാവരും ഒന്ന് വായിച്ചിട്ട്, ആകെ 200-230 രൂപയുള്ളൂ. എല്ലാവരും ഒന്ന് വാങ്ങിയിട്ട് എന്താക്കുക, ഈ ഒരു പുസ്തകം വായിക്കാം. എന്തായാലും നിങ്ങളെല്ലാവരും വായിക്കുന്നത് എനിക്ക് ഉറപ്പാണ്. കാരണം ഒരു സിനിമ വരുന്നുണ്ട്, ആ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ടെങ്കിലും നിങ്ങൾ വായിക്കുന്നുള്ളത് എനിക്ക് തോന്നുന്നുണ്ട്. സോ ഈ ഒരു പുസ്തകത്തിന് ഫുൾ സ്റ്റോറി പറയാൻ എന്തായാലും എനിക്ക് പറ്റില്ല. കാരണം
പിന്നെ ഈ ഒരു പുസ്തകത്തിന് നിങ്ങൾ വായിക്കുന്നതിൽ അർത്ഥമില്ല. അതിനെക്കൊണ്ട് തന്നെ ഇതിന് ഏകദേശം ഒരു ചെറിയ രൂപം നിങ്ങളിലേക്ക് എത്തിക്കാമെന്നാണ് ഞാൻ ആഗ്രഹിച്ചത്. നമ്മൾ ആദ്യത്തെ ഒരു ബുക്ക് റിവ്യൂ ചെയ്യുന്നൊരു വീഡിയോ ആണ്, അല്ലെങ്കിൽ ഒരു ബുക്ക് പരിചയപ്പെടുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ ഇതിൻ്റെ ഈ പോരായ്മകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും താഴത്ത് അറിയിക്കണം. എന്നാലും നമുക്ക് അടുത്ത വീഡിയോസിൽ എന്താക്കാൻ പറ്റുള്ളൂ, മാറ്റങ്ങൾ വരുത്താൻ പറ്റുള്ളൂ. സോ ഈ ഒരു പുസ്തകം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു ഗ്യാരണ്ടി തന്നുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു സോ മച്ച്.